ഈവിൾ ഡെഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവിൾ ഡെഡ് റൈസ് എന്നൊരു സിനിമ 2023 പുറത്തിറങ്ങിയത്. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഒരു തുടക്കവും ഒരു സെൻട്രൽ ഭാഗവും ഒരു ക്ലൈമാക്സും ഉണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് സിനിമയുടെ തുടക്കത്തില് ഒരു കുറച്ച് 3 പേര് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് 3 സുഹൃത്തുക്കൾ ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഒരു ഈവിൾ അതിലൊരു പെൺകുട്ടിക്ക് പ്രേതം, ആ ഒരു ഈവിൾ ഡെഡ് ആയിട്ടുള്ള നമ്മൾ മുന്നത്തെ സിനിമയിലൊക്കെ കണ്ടിരുന്ന ആ ഒരു പ്രേതം ബാധ കയറുകയും അവൾ ഒരു ഈവിൾ ആയിട്ട് മാറുകയും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കളെ കൊല്ലുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 2 ദിവസം മുമ്പത്തെ ഒരു കഥയാണ്. ആ കഥയാണ് സിനിമയുടെ കോർ എലിമെന്റ്, അതായത് ഒരു സെൻട്രൽ ഭാഗം മൊത്തമായിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മൊത്തമായിട്ട് പേടിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നത്. ബെത്ത് എന്നൊരു പെൺകുട്ടി ഒരു ഗിറ്റാർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏലി എന്ന തന്റെ സഹോദരിയെ കാണാനായിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിൽ എത്തുകയാണ്. അപ്പൊ ഏലി തന്റെ മക്കളുമായിട്ട് 2 കുട്ടികളുമായിട്ട് താമസിക്കുകയാണ്. ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏലിയും മക്കളും താമസിക്കുന്ന സ്ഥലത്തേക്ക് ബെത്ത് എത്തുന്നു. ആ സമയത്താണ് അവിടെ ഒരു ഭൂചലനം ഉണ്ടാകുന്നത്, എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്. ഫുഡ് വാങ്ങാനായിട്ട് ബെത്തും 2 കുട്ടികളും പോയ സമയത്തായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ പാർക്കിംഗ് സ്പേസിൽ ഒരു വലിയൊരു ഗർത്തം, ഒരു ഗുഹ പോലെ ഒരു വിള്ളൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ പിള്ളേരെല്ലാവരും കൂടെ അതിന്റെ താഴേക്ക് ഇറങ്ങി നോക്കുന്നു. അതിന്റെ താഴെ ഒരു അറയാണ്, ഒരു രഹസ്യ അറയാണ്. അവിടെ വെച്ച് നമ്മുടെ കഴിഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു പുസ്തകം കിട്ടുകയാണ്. ഈ ബുക്ക് എന്ന് പറയുന്നത് ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ ഈവിൾ എവിടുന്നെങ്കിലും വന്ന് ഈ ബാധ ഏതെങ്കിലും ഒരാളുടെ ബാധയിലേക്ക് കയറും നമ്മൾ മുന്നത്തെ സിനിമയിൽ കണ്ടതാണ്. ഇതേപോലെ തന്നെ ഈ കുട്ടികൾ ആ ഒരു പുസ്തകത്തിലുള്ള കുറച്ച് വാചകങ്ങൾ വായിക്കുകയാണ്. കുട്ടികളും ആ ബെത്തും ഒക്കെ പുസ്തകത്തിലുള്ള കുറച്ച് സാധനങ്ങൾ വായിക്കുകയാണ്. അങ്ങനെ പ്രേതം അവിടെ എത്തുക. പക്ഷെ ഇത് പിടിപെടുന്നത് നമ്മുടെ ഏലി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടികളുടെ അമ്മയ്ക്കാണ്. അത് പിന്നീട് ആ കുട്ടികളെ ആ ഒരു ഏലി എന്ന സ്ത്രീ കൊല്ലുന്നു. ആ അപ്പാർട്ട്മെന്റിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരു ഏലി കൊല ചെയ്യുന്നതും ബെത്ത് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അവസാനം ഈ കുട്ടികൾക്കും കൂടെ ഈ ഒരു ബാധ കയറുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊരു വമ്പനാണ്. സിനിമ ഈവിൾ ഡെഡിന്റെ മുന്നത്തെ സിനിമയിൽ ഉള്ളതുപോലെ തന്നെ സിനിമയിൽ ടോട്ടലി ഹൊറർ സീൻസ് ആണ്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് പറയാ, അവിടെ കുറച്ച് കട്ട്, കുറച്ച് ക്രീപ്പി സീൻസ് വരിക, കുറച്ച് സെന്റിമെന്റൽ ഡയലോഗ് പറയാം. ഇതൊന്നുമില്ല. സീൻ വൈസ് ഓരോരോ ഹൊറർ സീനുകളാണ്. അതാണ് ഈവിൾ ഡെഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ കാരണം. ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഈ ഈവിളിന് എന്തായി മാറുമെന്നും ഇതിനൊരു സൊല്യൂഷൻ, ഒരു ബാധയെ തളയ്ക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂഷ്വൽ ഗോസ്റ്റ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ അല്ല ഈ ഒരു സിനിമയിലുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സ് ആണ് നമ്മൾ സിനിമയുടെ തുടക്കം കണ്ടത്. ആ ക്ലൈമാക്സിലേക്ക്, അതായത് ആ ഔട്ടിങ്ങിന് പോയ 3 സുഹൃത്തുക്കളിലേക്ക് എങ്ങനെ ഈ ബാധ കയറുന്നു, ഈ ഒരു ഈവിൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് പിന്നീട് ബാക്കി മൊത്തമായിട്ടും സെൻട്രൽ പോർഷനിൽ മൊത്തമായിട്ട് നമ്മൾ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഈവിൾ ഡെഡ് റൈസ്. തിയേറ്ററിൽ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോം തിയേറ്റർ സിസ്റ്റത്തിലൊക്കെ വെച്ച് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, ഒരു പേടിച്ച് നടക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഈവിൾ ഡെഡ് റൈസ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയിൽ വരാം.